നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ജയദുർഗയുടെ മന്ത്രവും അതുപോലെ പ്രയോഗങ്ങളുമാണ്. നേരത്തെ പറഞ്ഞ മൂലദുർഗയുടെ മന്ത്രം പോലെ തന്നെ നിത്യജപത്തിനും അതുപോലെ ഉപാസനയ്ക്കും ഉപയോഗിക്കുന്ന ഉത്തമമായ ഒരു മന്ത്രം കൂടിയാണ് ജയദുർഗാ മന്ത്രം. സർവ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മാറുവാനും അതുപോലെ ഐശ്വര്യവും വിജയവും കിട്ടുവാൻ വേണ്ടി ജപിക്കുന്ന മന്ത്രമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജപിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രമായിട്ടാണ് പറയുന്നത്. ആദ്യം തന്നെ ജയദുർഗ എന്നുള്ള പേര് തന്നെ ദുർഗാദേവിയുടെ വിജയിച്ചു വന്ന ആ സ്വരൂപത്തിനെയാണ് ജയദുർഗ എന്ന് വിളിച്ചതെന്നാണ് പറയുന്നത്. അതുപോലെ ജയദുർഗ സകല ദുഷ്ടതകളെയും ദുഃഖങ്ങളെയും അജ്ഞാനത്തെയും ജയിക്കുന്ന ദുർഗയുടെ ദൈവീക ഭാവമാണെന്നാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ദേവീമാഹാത്മ്യത്തില്, അതായത് മാർക്കണ്ഡേയ പുരാണത്തിലെ ദുർഗാദേവിയുടെ മഹത്വം വിശദീകരിക്കുന്ന അവിടെ പറയുന്നുണ്ട്, മഹിഷാസുരനെ സംഹരിച്ചതിന് ശേഷം ദേവിയെ ജയ എന്ന പേരിൽ സ്തുതിക്കപ്പെട്ടു എന്നാണ്. അതാണ് ആ ദുർഗയുടെ ജയ എന്ന ജയിച്ചു വന്ന ഭാവം. ആ ശക്തിയും അതുപോലെ തന്നെയാണ് പറയുന്നത്. ഇത് നിത്യം 41 മുതൽ 108 വരെ ജപിക്കുന്നവരുണ്ട്. അതുപോലെ ഒരു പൗർണമി ദിവസം തുടങ്ങി തുടർച്ചയായ ഒരു മണ്ഡലകാലം 41 ദിവസം 108 ജപിച്ച് ധ്യാനത്തോടുകൂടി സന്ധ്യയ്ക്കോ പകലോ വിളക്ക് കത്തിച്ചു വെച്ച് ജപിച്ചു കഴിഞ്ഞാൽ, അതുപോലെ മന്ത്രബലം വന്നു കഴിഞ്ഞാൽ ഭസ്മം ജപിച്ച് കുട്ടികൾക്കുണ്ടാകുന്ന ഭയം മാറ്റുവാനൊക്കെ ജപിച്ചു കൊടുക്കുവാനും, അതുപോലെ പരീക്ഷകൾക്ക് പോകുന്ന കുട്ടികൾക്ക് പേനയിൽ ഈ മന്ത്രം 108 ജപിച്ച് ഒക്കെ കൊടുക്കുകയാണെങ്കിലും അത് ജപിക്കുകയാണെങ്കിലും അതിന്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലെ കാരണവന്മാരൊക്കെ നിത്യം ജപിക്കുന്ന ഒരു ദുർഗയുടെ രക്ഷാമന്ത്രം കൂടിയാണ് ഇത്. ഇനി മന്ത്രം പറയുന്നു. ഋഷീം ഛന്ദസ്സും ദേവതയും മാർക്കണ്ഡേയ ഋഷി ബൃഹതിച്ഛന്ദ ജയദുർഗാ ദേവത ഓം ബീജം സ്വാഹാ ശക്തി ശ്രീ ജയദുർഗ പ്രസാദ സിദ്ധ്യാർത്ഥേ ജപേ വിനിയോഗ. അംഗന്യാസം. ഓം ദുർഗേ ഹൃദയായ നമ. ദുർഗേ ശിരസേ സ്വാഹ. ദുർഗായേ ശിഖായ വശ. ഭൂതരക്ഷിണി കവചായ ഹും. ഓം ദുർഗേ ദുർഗേ രക്ഷിണി അസ്ത്രായ ഫൾ. ഇതുപോലെ തന്നെ കരന്യാസവും ചെയ്തുകൊള്ളുക. ധ്യാനം. ഹേമപ്രഖ്യാം ഇന്ദുഖണ്ഡാർത്ഥമൗലീം ശങ്കാരീഷ ഭീതിഹസ്താം ത്രിനേത്രാം ഹേമാബ്ജസ്താം പീതവർണാം പ്രസന്നാം ദേവി ദുർഗാം ദിവ്യരൂപാം നമാമി. അതായത് സ്വർണത്തിനെ പോലെ പ്രകാശമുള്ളവളും തലയിൽ ചന്ദ്രക്കല അണിഞ്ഞവളും ശംഖും ചക്രവും കൈകളിൽ ധരിച്ച് അഭയമുദ്ര കാണിച്ചു നിൽക്കുന്നവളും 3 കണ്ണുകളുള്ളവളും സ്വർണപുഷ്പത്തിന്മേലിരിക്കുന്നവളും മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിച്ച് എപ്പോഴും പ്രസന്നമായ മുഖമുള്ളവളും ദിവ്യരൂപിണിയുമായ ദുർഗാദേവിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് മന്ത്രം. ഓം ദുർഗേ ദുർഗേ രക്ഷിണീ സ്വാഹ. ഇതാണ് ഏറെ പ്രശസ്തമായ ദുർഗയുടെ ദശാക്ഷരി മന്ത്രം. നിത്യജപത്തിന് ഉത്തമമായ മന്ത്രമാണ്. ബീജാക്ഷരങ്ങളില്ലെങ്കിലും മന്ത്രാക്ഷരങ്ങളുടെ ശക്തി കൊണ്ട് വളരെ ഫലം നൽകുന്ന മന്ത്രമാണ്. ഈ മന്ത്രം നിത്യം 41 ജപിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ് 41 ദിവസം 108 ജപിച്ച് മന്ത്രബലത്തിന് ശേഷം വീണ്ടും 21 വെച്ച് നമുക്ക് കുറച്ച് നിത്യം ജപിച്ച് വരാവുന്ന ഒരു മന്ത്രം കൂടിയാണ്. ഇനി എങ്ങനെ മന്ത്രം സിദ്ധമാക്കാമെന്ന്. ധ്യാനവ്രത സംയുക്തം സാധകാം 5 ലക്ഷ ജപം കൃത്വാ 50,000 മൃതഹോമം കൃത്യാനന്തരം വിധിവത് പൂജ കൃത്വാ മന്ത്രസിദ്ധിമവാപ്നോതി. അങ്ങനെ വെച്ചാൽ ധ്യാനത്തോടെയും വ്രതത്തോടെയും കൂടി 5 ലക്ഷം ജപിച്ച് 50,000 നെയ് ഹോമിച്ചാൽ ചിഹ്ന പൂജിക്കുകയും ചെയ്താൽ മന്ത്രസിദ്ധി വരുമെന്നാണ്. അതുപോലെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഏത് യുദ്ധത്തിലോ മത്സരത്തിലോ പ്രവേശിച്ചാലും തനിക്ക് ആപത്തൊന്നും വരാതെ ശത്രുക്കളെ ജയിച്ച് തിരിച്ചു വരുമെന്നാണ്. പണ്ട് യുദ്ധത്തിനെന്നൊക്കെ പറയുന്ന ഇന്ന് മത്സരങ്ങൾക്കും മറ്റു എന്തൊരു എക്സാമിൽ പോകുന്നതിനുമൊക്കെയാണ് ഈ മന്ത്രം ഉപയോഗിക്കുന്നത്. അതുപോലെ വാദപ്രതിവാദങ്ങളിലും ഈ മന്ത്രം ജപിക്കുന്നവന് പ്രത്യേക സിദ്ധി ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത്, ക്ഷുദ്രബാധ കൊണ്ടുണ്ടാകുന്ന ഈ രോഗങ്ങൾ ഈ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രം നിത്യം ജപിച്ച് നെയ്യ് സേവിക്കുകയോ ചെയ്താൽ ഫലം ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ ഗർഭിണികൾക്ക് ഈ മന്ത്രം കൊണ്ട് 1000 ഉരു ജപിച്ച് ഭസ്മം കൊടുത്തു കഴിഞ്ഞാൽ ഭസ്മസ്നാനം കൊണ്ട് എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും മാറുകയും സുഖപ്രസവം ഉണ്ടാവുമെന്ന് പറയുന്നു. അതുപോലെ ക്ഷുദ്രഭൂത മഹാരോഗ ചൗരസത്പ നിവാരണം വിജയശ്രീപദം ഭൂസാം ഗർഭിണീന സുഖപ്രദം. അതായത് ആഭിചാര ഭൂതബാധ മഹാരോഗം ചോരന്മാരുടെ ഉപദ്രവം സർപ്പങ്ങളുടെ ഉപദ്രവം ഇവയിൽ നിന്നെല്ലാം നിവാരണവും സർവ വിജയവും ലഭിക്കുമെന്നും ഗർഭിണികൾക്ക് സുഖപ്രദമായ പ്രസവവും ഉണ്ടാവുമെന്നും ആണ് പറയുന്നത്. ഇങ്ങനെയാണ് ദുർഗയുടെ പ്രയോഗങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ പറയുന്നത് വനദുർഗാ മന്ത്രവും പ്രയോഗവും. നമസ്കാരം.